അപ്പോൾ ഈ ടെമ്പിൾ മൗണ്ട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഈ സ്ഥലത്താണ് ഈ എല്ലാ സംഭവങ്ങളും നടക്കുന്നത്. ഫസ്റ്റ് ടെമ്പിൾ പണിയുന്നത് 950 BC കിങ് സോളമൻ പണിയുന്നു. ആര് പൊളിക്കുന്നു? ബാബിലോണിയന്ന് വന്ന ആൾക്കാർ പൊളിക്കുന്നു. 587 BC അത് പൊളിക്കുന്നു. സെക്കൻഡ് ടെമ്പിൾ പണിയുന്നു. ബാബിലോണിയൻകാർ പോയി, പേർഷ്യക്കാർ വന്നപ്പോൾ അവർ വീണ്ടും ആ ജ്യൂസ് എല്ലാവരും വന്നോളി എന്ന് പറഞ്ഞിട്ട് അവർ വീണ്ടും സെക്കൻഡ് ടെമ്പിൾ പണിയുന്നു. 516 BC പണിയുന്നു. അത് ആര് പൊളിക്കുന്നു? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റോമക്കാർ പൊളിക്കുന്നു 70 BC. പിന്നെ കുറച്ച് കഴിയുമ്പോഴാണ് പിന്നെ ഈ മുസ്ലിം എംപറേഴ്സൊക്കെ വന്നിട്ടാണ് അവിടെ അൽ അക്സ മോസ്ക് പണിയുന്നത്. ഈ ഡോം ഓഫ് റോക്ക്, ഇത് രണ്ടും വ്യത്യാസമുണ്ട്. ഈ അൽ അക്സ മോസ്ക് എന്ന് പറയുന്നത് ഒരു പഴയ ഒരു മോസ്ക് പോലത്തെ ഒരു സാധനമാണ്. ഡോം ഓഫ് റോക്കാണ് അവരുടെ ഗോൾഡൻ സാധനം. ഓക്കെ, അത് മാറിപ്പോകാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ ഒരേ സ്ഥലത്താണ്. ഈ ടെമ്പിൾ പൊളിച്ചവിടെയാണ് ഇവർ ഈ അൽ അക്സ മോസ്ക് പണിതിരിക്കുന്നത്. ജ്യൂസിൻ്റെ സെക്കൻഡ് ടെമ്പിൾ പൊളിച്ച, റോമക്കാർ പൊളിച്ച സ്ഥലത്താണ് അൽ അക്സ മോസ്ക് പണിതിരിക്കുന്നത്. ഡോം ഓഫ് റോക്ക് പണിതതും അതേ ഒരു കോമ്പൗണ്ടിലാണ്. ഈ കോമ്പൗണ്ടിൻ്റെ സെക്കൻഡ് ടെമ്പിളിൻ്റെ വാൾ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഈ ജ്യൂസ് ഈ അമേരിക്കൻ പ്രസിഡൻറ്റുമാരിനൊക്കെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ കൈവച്ചിട്ട് പ്രാർത്ഥിപ്പിക്കുന്ന ആ ഒരു സംഭവമില്ലേ, അതവിടെയാണ്. പക്ഷെ അത് അവിടെ അല്ലാന്നും പറയുന്ന കുറേ സംഭവങ്ങളുണ്ട്. നമുക്ക് അതിലേക്ക് പോകണ്ട, അത് വേറൊരു കോൺസ്പിറസിയാണ്. അതായത് ഈ വാള് ആക്ച്വലി ഇത് സെക്കൻഡ് ടെമ്പിളിൻ്റെ വോളേ അല്ല, അത് സെക്കൻഡ് ടെമ്പിൾ അപ്പുറത്തെവിടെയാണ്, ഇത് വേറെന്തോ വോളാന്നൊക്കെ പറയും. നമുക്ക് അതിക്കല്ല, ഇത് വേറെ രീതിയിൽ പോകേണ്ടാണ് അത് എടുക്കാത്തത്, അവിടെ കിട്ടാൻ. അപ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ റെഡ് ഹെഫേഴ്സ് എന്ന് പറയും. റെഡ് ഹെഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പശുവാണ്. നിങ്ങളിത് വിശ്വസിക്കില്ല. ഞാൻ ആദ്യം വിശ്വസിച്ചില്ല. ഞാൻ എത്രപ്പത് ഇങ്ങനെ ഇരിക്കരുത് ഞാൻ വിചാരിച്ചത്. എന്തോ വല്ല ഈ മറ്റേ മന്ത്രവാദം ചാത്തന്മാർ കൊണ്ടുവരും എന്ന് പറയുന്ന ആ ഒരു ടൈപ്പ് സാധനമാണ് ഇത്. അത് ആദ്യം വിചാരിച്ചത്. അതായത് ഒരു സ്പെഷ്യൽ പശുവാണത്. ഓക്കെ, ചുവപ്പ് കളറായിരിക്കും പശു, ഫീമെയിലായിരിക്കും. ഇത് പശു സാക്രിഫൈസാണ്. BJPക്കാരൊക്കെ ഇത് അറിഞ്ഞ ചങ്ക് വെട്ടി പശുവിനെ ജീവനോടെ കത്തിക്കുന്ന ഒരു പരിപാടിയാണ് നമ്മളിനി പറയാൻ പോകുന്നത്. റെഡ് ഹെഫർ എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടി. അതായത് ഇതിന് വലിയൊരു ഹിസ്റ്ററി ഉണ്ട്. ഹിസ്റ്ററി തുടങ്ങുന്നത് മോസസാണ് ആദ്യത്തെ റെഡ് ഹെഫർ സാക്രിഫൈസ് നടത്തുന്നത്. 1450 BC ആദ്യത്തെ റെഡ് ഹെഫർ സാക്രിഫൈസ് നടത്തുന്നത്. എന്തിനാ വെച്ച് കഴിഞ്ഞാൽ പ്യൂരിഫൈ ചെയ്യാൻ. ഇസ്രായേലൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരാണ് അന്നുണ്ടായിരുന്നത്. അന്ന് ഇസ്രായേലും ജൂഡ എന്ന് പിന്നെ ഈ സംഭവമൊന്നുമില്ല. സുമേരിയ എന്ന് പറഞ്ഞ ജുഡേയ അങ്ങനത്തെ ആ ഒരു സംഭവത്തിൽ ഇസ്രായേലൈറ്റ്സ് എന്നാണ് അവരിനെ അന്ന് അറിയപ്പെടുന്നത്. ഈ ആൾക്കാരിനെ പ്യൂരിഫൈ ചെയ്യാൻ, അതായത് എല്ലാം പിന്നെ ദൈവം പറഞ്ഞാണല്ലോ, ഗോഡ് ടോൾഡ് ടു സാക്രിഫൈസ് റെഡ് ഹെഫർ എന്നാണ് മോസസ് എന്ന് പറഞ്ഞത്. ദൈവം പറഞ്ഞു ഒരു റെഡ് ഹെഫറിനെ, ഒരു പ്യൂറായിട്ടുള്ള ഒരു റെഡ് ഹെഫറിനെ സാക്രിഫൈസ് ചെയ്യണം. അതിൻ്റെ ചാരം ആഷ് എടുത്തിട്ട് സ്പ്രിങ്കിൾ ചെയ്യണം ആൾക്കാരുടെ മേലെ. അപ്പോൾ ആൾക്കാരൊക്കെ പ്യുവറാവും. അങ്ങനെ ഈ ടെമ്പിളിലേക്ക് പ്രവേശനമുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെയാണ് ഈ ടെമ്പിളിലേക്ക് പോകേണ്ടത് എന്നാണ് ഒരു സംഭവം. അപ്പോൾ ഇപ്പോൾ എന്തുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ് ഹെഫറിൻ്റെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. അവരും ചില്ലർ കമ്മ്യൂണിറ്റിയല്ല. അതാണ് ഈ ജ്യൂസ് എപ്പോഴും നമ്മളിങ്ങനെ ഇപ്പോൾ ജ്യൂസ് എന്നൊക്കെ പറയുമെങ്കിലും ദേ ആർ ഫിൽത്തി റിച്ച് ആൻഡ് ദേ നോ ഹൗ ടു ബി റിച്ച്. അല്ലെങ്കിൽ റിച്ച് ആയിട്ടുള്ള ആൾക്കാരിനെ ഇതിലേക്ക് എങ്ങനെ കൊണ്ടുവരുന്ന അവർക്കറിയാം. അവരുടെ ഒരു കാര്യം നടക്കുക, അവർക്ക് എന്ത് ചെയ്യണമെന്ന് അവർക്കറിയാം. അവർക്കിപ്പോൾ എന്ത് വേണം? മൂന്നാമത്തെ ടെമ്പിൾ പണിയണം. 2 ടെമ്പിൾ പൊളിച്ചല്ലോ, ഇനിയിപ്പോൾ മൂന്നാമത്തെ ടെമ്പിൾ പണിയണം. ഓക്കെ, അതിൽ തന്നെ 2 ജ്യൂസ് ഉണ്ട്. ഒരു ജ്യൂസ് പറയുന്നത് മെസ്സയ്യ വരും, മെസ്സയ്യ വന്നിട്ടാണ് ടെമ്പിൾ പണിയുക എന്നാണ് ഒരു ടീംസ് പറയുന്നത്. വേറൊരു ടീംസ് പറയുന്നത് ടെമ്പിൾ പണിതാലേ മെസ്സയ്യ വരുള്ളൂ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്.
അപ്പം അതിൽ തന്നെ ഡിവൈഡ് ഉണ്ട്. ഇതൊക്കെ ഓരോ ആൾക്ക് എഴുതി വിടുന്നതല്ലേ, ഇതൊക്കെ എന്ത് ഇഷ്ടമുള്ളതൊക്കെ പറയാമല്ലോ. അപ്പോൾ ഈ ടെമ്പിൾ വരാനോ ഈ മോസസ് വരാനോ ആരോ ആദ്യം വന്നോട്ടെ, രണ്ടും വരാനും ഒരു കാര്യം ചെയ്യണം, റെഡ് ഹെഫറിനെ സാക്രിഫൈസ് ചെയ്യണം. ബിഗിനിങ് ഓഫ് ദി എൻഡ് എന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, ഈ റെഡ് ഹെഫർ സാക്രിഫൈസിനെ അല്ലെങ്കിൽ ഈ മെസ്സയ്യ വരുന്ന ആ ഒരു പ്രോസസ്സിനെ ബിഗിനിങ് ഓഫ് ദി എൻഡ് ഓഫ് ടൈംസ് എന്നൊക്കെ പറഞ്ഞ് തള്ളിമറിക്കുന്ന ഒരു സംഭവമാണ് ഇവർ ഇതിൽ ചെയ്യുന്നത്. അപ്പോൾ അതിനിപ്പോൾ എന്താണ്, ഒരു പശുവല്ലേ, ചുവന്ന പശു, ഒരു ചുവന്ന പശു വരട്ടെ, അതിനെ പോയി സാക്രിഫൈസ് ചെയ്യുക, അത് പറ്റില്ല. ഇങ്ങനത്തെ വേണം വെച്ച് കഴിഞ്ഞാൽ സ്പെഷ്യൽ ആയിട്ട് ഈ റെഡ് ഹെഫർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഈ നമ്മുടെ ഇവിടുത്തെ ഈ ജേഴ്സി പശു എന്നൊക്കെ പറയില്ല, അതുപോലത്തെ എന്തോ ഒരു വിഭാഗം പശുവാണ് കേട്ടോ. ഇതിൻ്റെ പശുവിൻ്റെ ഒരു പേരാണിത്. ഒരു വെള്ള മുടിയോ ഒരു ബ്ലാക്ക് മുടിയോ പാടില്ല. ഐ മീൻ ഫുള്ള് മുടി റെഡായിരിക്കണം. ജീവിതത്തിൽ ഇന്ന് വരെ ഒരു ജോലി ചെയ്ത പശു ആവാൻ പാടില്ല. വേറെ ആൾക്കാർ വന്ന് തൊടുക പിടിക്കുക ഒന്നും ചെയ്യാൻ പാടില്ല. അത്രയും പ്യുവറായിട്ടുള്ള റെഡ് ഹെഫേഴ്സ് തന്നെ വേണം സാക്രിഫൈസ് ചെയ്യാൻ. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് ചില്ലറ പരിപാടിയല്ല. പിന്നെ ഇത് അങ്ങനെ അത് പ്യുവർ ബ്രീഡായിരിക്കണം. ഇവരുടെ എത്രയോ ഇങ്ങനെ എന്താണ് നമ്മൾ ഈ പട്ടീനെയും നായ്ക്കളിലേക്ക് മേടിക്കുമ്പോഴേ ഈ ഒരു KCA സർട്ടിഫിക്കറ്റ് അങ്ങനെ എന്തോ ചോദിക്കില്ലേ, സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കില്ലേ, അതുപോലെ ഈ പ്യുവർ ബ്രീഡായിരിക്കണം. അത് അച്ഛനും അമ്മയും റെഡ് ഹെഫർ ആയിരിക്കണം. പിന്നെ അങ്ങനെ എത്രയോ ഇങ്ങനെ അടിയിലേക്ക് വരുമ്പോഴാണ് അവർ പ്യുവർ ബ്രീഡായിട്ട് മാറുക. അതിൻ്റെ അടിയിൽ വേറെ ഏതെങ്കിലും പശുവായിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പോയി. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ എന്തോ വല്ല സിനിമാ കഥ പോലെ ഉണ്ട്. എനിക്കും അങ്ങനെ തോന്നിയത്. ഞാൻ അങ്ങനെയാണ് ഇതിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുന്നത് കേട്ടോ, ഓരോ കാര്യങ്ങൾ അറിയുന്നത്. ഇതുവരെ 9 റെഡ് ഹെഫേഴ്സിനെ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. 10ാമത്തെ സാക്രിഫൈസ് ചെയ്യുന്നത് ഇറ്റ് വിൽ ബി ഡൺ ബൈ ദ മെസ്സയ്യ. ഈ മെസ്സയ്യ എന്ന് പറയുന്ന ഒരാൾ വരും നമ്മളെയൊക്കെ രക്ഷിക്കാൻ എന്നാണ് കുറച്ച് ടീംസ് ഓഫ് ജ്യൂസ്, ഈ ഓർത്തഡോക്സ് ജ്യൂസ് വിശ്വസിക്കുന്നത്. ഇത് ഞാൻ പറയുമ്പോൾ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കേണ്ട. ദ ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾക്കാരുണ്ട്. അവരുടെ മെയിൻ മിഷൻ ഈസ് ടു ബിൽഡ് ദ 3rd ടെമ്പിൾ. അവർക്കൊരു വെബ്സൈറ്റ് ഉണ്ട്. അതിൽ അവർ ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് എനിക്ക് തന്നെ പ്രാന്തായി അതൊക്കെ വായിച്ചിട്ട്. ഡെഡ് സ്ക്രോൾ കണ്ടുപിടിച്ച കാര്യവും അങ്ങനത്തെ കുറേ കാര്യങ്ങളും പറയുന്നുണ്ട്. അവരുടെ മിഷൻ എല്ലാം പറയുന്നുണ്ട്. ആരാണ് ഇതിന് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇസ്രയേലിലെ കുറച്ച് ആൾക്കാരും ഇവാഞ്ചലിക് ക്രിസ്ത്യൻസ് എന്ന് പറയും. ഓക്കെ, ഈ ക്രിസ്ത്യൻസിലും ഈ കുറേ ആൾക്കാരുണ്ടല്ലോ, മെജോറിറ്റി ആണെന്ന് തോന്നുന്നു, എനിക്കിതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല, കറക്റ്റ് മീ ഇഫ് ഐ ആം റോങ്. കുറേ പേര് വിചാരിക്കുന്നത് ഇത് ഓൾറെഡി മെസ്സയ്യ വന്നല്ലോ, ജീസസ് ക്രൈസ്റ്റ് വന്നല്ലോ, ഇനി വരാൻ പോകുന്നത് ഈ ജ്യൂസ് കൊണ്ടുവരാൻ നോക്കുന്നത് ആൻറ്റി ക്രൈസ്റ്റിനെയാണ്, ആൻറ്റി ക്രൈസ്റ്റ് രൂപമാണ്, അതാണ് എൻഡ് ഓഫ് ദ ടൈംസ് എന്നൊക്കെ പറയുന്ന വേറൊരു കുറച്ച് ആൾക്കാരും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവാഞ്ചലിക് ക്രിസ്ത്യൻസാണ് ഇസ്രായേലിലെ ഒരു വിഭാഗം ആൾക്കാരാണ് ദ ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഇവരിനെ മെയിനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്, ഫണ്ട് ചെയ്യുന്നത്. അവർക്കൊരു വെബ്സൈറ്റ് ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൽ പോയി നോക്കാം. അതിലൊരു ലോഡ് സാധനങ്ങളുണ്ട് മോനെ. ഇല്ലാത്തൊരു സംഭവമാണ്. അപ്പോൾ എന്ത് സംഭവിച്ചു, വാട്ട് ഹാപ്പൻ നൗ, ഹൗ ഈസ് ദിസ് റെലവൻറ്റ് ടു അവർ ഡിസ്കഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊക്കെ വല്ല കെട്ടുകഥകൾ പോലെ ഉണ്ടല്ലോ, ഇതൊക്കെ എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യമുണ്ട്. സെപ്റ്റംബർ 15 2022 ബ്രയൻ സ്റ്റിൻസൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്റിൽ ഫാർമറുണ്ട്. ഓക്കെ, പുള്ളി എവിടെയുള്ളത്, അമേരിക്കയിൽ ടെക്സസിലെ ഒരു പശുവിനൊക്കെ വളർത്തുന്ന ഒരാളാണ് ബ്രയൻ സ്റ്റിൻസൺ. പുള്ളി എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിയും ഈ ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ടുകാരും കൂടെ ചേർന്നിട്ട് 5 റെഡ് ഹെഫേഴ്സിനെ ഇസ്രായേലിലേക്ക് കൊണ്ടുപോയി. അതായത് പുള്ളിക്കാരന് എത്രയോ പൈസ കൊടുത്ത് നല്ല ഫണ്ടിങ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇവന്മാരുടെ കയ്യിൽ ഫണ്ടിങ് ആണ് ഇവരുടെ മെയിൻ സാധനം, ഫണ്ടിങ്ങാണ്. അപ്പോൾ ഈ 5 പശുക്കളിനെ, അത് ഭയങ്കര സെലക്ട് ചെയ്തെടുത്ത പശുക്കളാണ്, എന്താ പറയുക, ഒരു മുറിവോ ചതവോ അങ്ങനെ ഒന്നും ഉണ്ടാകാൻ പാടില്ല കേട്ടോ, ഭയങ്കര പ്യുവറായിരിക്കണം. അപ്പം അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട്. എവിടേക്ക്, ഇസ്രായേലിലേക്ക് കൊണ്ടുപോയി. 2022
ഇനി എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഗസ്റ്റ് 2024 ഒരു ഫേക്ക് ഒരു ഫേക്ക് സാക്രിഫൈസ് നടത്തി. ഈ മൗണ്ട് ഓഫ് ഒലീവ്സ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അതെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഈ ടെമ്പിൾ മൗണ്ട് എന്ന് പറഞ്ഞില്ലേ, ഈ ടെമ്പിളും ഈ ഡോം ഓഫ് റോക്കും മറ്റേതൊക്കെ നിൽക്കുന്ന ആ ഒരു സ്ഥലം, വെയിലിംഗ് വോളൊക്കെ ഉള്ള ആ സ്ഥലത്തിന് അഡ്ജസ്റ്റൻ്റ് ആയിട്ട് ഒരു കുന്നുണ്ട്. ആ കുന്നിൻ്റെ മേലെയാണ് ഈ മൗണ്ട് ഓഫ് ഒലീവ്സ് എന്ന്, ആ കുന്നിനെയാണ് ഈ മൗണ്ട് ഓഫ് ഒലീവ്സ് എന്ന് വിളിക്കുന്നത്. ആ മൗണ്ട് ഓഫ് ഒലീവ്സിൻ്റെ മണ്ടയിൽ കയറിയിട്ടാണ് ഈ സാക്രിഫൈസ് ആക്ച്വലി ചെയ്യേണ്ടത്. പണ്ടെങ്ങാണ്ട് അങ്ങനെ ചെയ്തു എന്നോ അങ്ങനെ എന്താ പറയുന്നത്, അതായത് ഈ ടെമ്പിൾ മൗണ്ട് നോക്കിയിട്ട് വേണം ഈ സാക്രിഫൈസ് ചെയ്യാൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഓഗസ്റ്റ് 2024 ഈ പശുവിൻ്റെ ചിത്രം വെച്ചിട്ട്, ഒരു കാർഡ്ബോർഡിൽ പശുവിൻ്റെ ചിത്രം വെച്ചിട്ട് ഒരു സാക്രിഫൈസ് അവർ ചെയ്തു. അങ്ങനെ ഒരു സംഭവം ശരിക്കും നടന്നിട്ടുണ്ട്. ഇനിയാണ് ശരിയായ കാര്യം. ഇതൊക്കെ നടന്നിട്ടുള്ള കാര്യമാണ്. ഒരുപാട് ആൾക്കാർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. എനിക്ക് ആദ്യം തന്നെ ഒരു ഡൗട്ടുണ്ടായി, ഈ പശുവിൻ്റെ അതിലേക്ക് ഉള്ളതാണോ, എന്താടേ ഇത്, എന്താ ഇതൊക്കെ പറയുന്നത്. വെറുതെ നിങ്ങൾ റെഡ് ഹൈഫേഴ്സ് ഇസ്രായേൽ നിന്ന് അടിച്ചു കൊടുത്താൽ ഈ 5 പശുക്കളുടെ എല്ലാ ഡീറ്റെയിൽസും കിട്ടും. ഒരു ലോഡ് വീഡിയോ ഉണ്ട്, 2 വീഡിയോ ഞാൻ അവിടെ കൊടുക്കാം. അതായത് ആൾക്കാർ ആ പശുക്കളിൽ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അവിടെ പോയിട്ട് ആൾക്കാർ ഇതൊക്കെയാണ് 5 പശുക്കൾ, നമുക്ക് എത്രയും പെട്ടെന്ന് സാക്രിഫൈസ് ചെയ്തിട്ട് മെസ്സേജിനെ കൊണ്ടുവരണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊന്നും ഇല്ലാത്ത കാര്യങ്ങളൊന്നുമല്ല. അപ്പോഴാണ് എനിക്ക് ഇതൊക്കെ ഉള്ളതാണോ എന്ന് തോന്നുക. അപ്പോൾ ഇനി ജൂലൈ 2025 ഈ കൊല്ലം ജൂലൈ 2025 അവരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു റിമോട്ട് ഹിൽസ് ഇൻ നോർത്തേൺ ഇസ്രായേൽ എന്നാണ് അവർ പറയുന്നത്. മൗണ്ട് ഓഫ് ഒലീവ്സിലല്ല, വേറൊരു സ്ഥലത്ത് ഈ 5 പശുക്കളുണ്ടല്ലോ, അതിലെ ഒരു പശുവിനെ ഡിഫക്റ്റീവായ പശു എന്നാണ് ഇവർ പറയുന്നത്. കാരണം ഇവരുടെ ഗവൺമെൻറ്റിൻ്റെ അനുമതിയൊക്കെ വേണം. ഇത് ഭയങ്കര ഒരു റിലീജിയസ് ആയിട്ടുള്ള സംഭവമാണല്ലോ. അപ്പോൾ ഈ 2025 ജൂലൈയിൽ ഇവർ ഒരു പശുവിനെ സാക്രിഫൈസ് ചെയ്തു. അതിൻ്റെ ഫോട്ടോസ് ഉണ്ട്, അതിൻ്റെ കാര്യങ്ങളുണ്ട്. അത് ചെയ്തു എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ആൾക്കാർ ഓരോ ഡൈം ബാഗിൽ, ഒരു ചെറിയ ഇങ്ങനെ ഈ സിപ്പ് ലോക്ക് ബാഗിൽ അതിൻ്റെ ആഷസ് ഒക്കെ കൊണ്ട് നടക്കുന്നുണ്ട്. അതും കൊണ്ട് കുറേ പോഡ്കാസ്റ്റിലൊക്കെ വന്നിട്ട് ഇതാണ് ബാഗ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മളൊരു കാര്യം ആലോചിക്കേണ്ടത്, അതിനിപ്പോൾ എന്താണ്, ജ്യൂസ് 3rd ടെമ്പിൾ കെട്ടിക്കോട്ടെ, അതിനിപ്പോൾ എന്താണ് സംഭവം എന്ന് നമുക്കൊരു ചോദ്യം വരും. എനിക്കും അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എൻ്റെ മനസ്സിൽ വന്നു. ഇപ്പം എന്താ 3rd ടെമ്പിളിൽ കെട്ടിക്കോട്ടെ. പക്ഷേ അതാണ് ഒരു കാര്യം, അവർക്ക് എവിടെയാണ് കെട്ടേണ്ടത്? ഈ അൽ അക്സ മോസ്കില്ലേ, അതിൻ്റെ മണ്ടയിലാണ് കെട്ടേണ്ടത്. അത് പൊളിച്ചിട്ട് അവിടെയാണ് കെട്ടേണ്ടത്. അപ്പോഴാണ് ഈ ഒക്ടോബർ 7, 2023 അല്ലെങ്കിൽ ഒക്ടോബർ 2023 എന്നുള്ള ഡേറ്റിൻ്റെ ഒരു പ്രത്യേകത വരുന്നത്. അതായത് ഈ റെഡ് ഹൈഫേഴ്സിനെ 3 വയസ്സ് പ്രായമാകുമ്പോഴാണ് സാക്രിഫൈസ് ചെയ്യുക. അപ്പോൾ 2022 കൊണ്ടുവന്നു എന്ന് പറഞ്ഞില്ല ഇസ്രായേലിൽ. അത് 3 വയസ്സ് ആയത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്ടോബർ 2023. They were supposed to do a red heifer sacrifice on ഒക്ടോബർ 2023. അത് കാരണമാണ്, അതാണ് ആ ഡേറ്റിൻ്റെ പ്രത്യേകത. അത് കാരണമാണ് ഈ ഹമാസുകാർ ഇത്ര വലിയൊരു അറ്റാക്ക് ഇസ്രായേലിൽ നടത്തിയത്. കാരണം ആലോചിച്ച് നോക്കൂ, ഒരു ലോജിക്കുമില്ല. ഈ ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ തിരിച്ച് എന്തൊക്കെ ചെയ്യുന്നു ഇന്നലെ ജനിച്ച കുട്ടീൻ്റെ അടുത്ത് ചോദിച്ചാൽ കൂടെ അറിയാം. അങ്ങനെയുള്ള അത്രയും പവർഫുള്ളായിട്ടുള്ളൊരു സംഭവത്തിനെ ചൊറിയാൻ വേണ്ടിയിട്ട് ഈ ഹമാസുകാർ പോകേണ്ട ഒരാവശ്യവും ആക്ച്വലി ഇല്ലതാണ്. അവർക്ക് നഷ്ടങ്ങളല്ലേ വന്നിട്ടുള്ളൂ. ഹമാസിൻ്റെ മുഴുവൻ ലീഡർഷിപ്പ് മരിച്ചു. അവരുടെ ആൾക്കാർ, അവരുടെ പാലസ്തീൻകാരനെ അവർക്കെതിരെയായി അവരുടെ ആൾക്കാരനെ, എത്ര ആൾക്കാരാണ് ഇവരിൻ്റെ ഒരു 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 ദിവസത്തെ ഒരു പണി കാരണം മരിച്ചത് അല്ലേ? ഈ മൊത്തം പ്രശ്നം ഉണ്ടാക്കിയതൊക്കെ ഇവർ ഹമാസാരല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇങ്ങനെയാണ് അവർ പറയുന്നത്, ഈ 3 വയസ്സായപ്പോഴാണ് ഇവർ ഈ അറ്റാക്ക് പ്ലാൻ ചെയ്തത്, അതുകൊണ്ടാണ് ആ ഡേറ്റിന് ഇത്ര പ്രത്യേകത എന്നാണ് ഒരു വീഡിയോയിൽ കണ്ടത്. വാട്ട് എ ലോഡ് ഓഫ് ബുൾഷിറ്റ് മാൻ. അങ്ങനെയൊക്കെ സംഭവിക്കും. പിന്നെ ഹമാസ് ഈ പശു നോക്കിയിരിക്കുകയല്ലേ.
എന്ന് പറഞ്ഞ് വായെടുത്തില്ല. അല്ലെങ്കിൽ അങ്ങനെ വിചാരിച്ച് കഴിയുമ്പോഴേക്കും ഒരു വീഡിയോ വരുന്നു. ആ വീഡിയോയിൽ ഹമാസിൻ്റെ ഒരു സ്പോക്സ് പേഴ്സൺ പുള്ളി ഈ October 7 ആ ഒരു അറ്റാക്ക് കഴിഞ്ഞിട്ടുള്ള ഒരു ജസ്റ്റിഫിക്കേഷൻ വീഡിയോ പോലെ അവർ ചെയ്തതാണ്. എന്തിനാണ് ഞങ്ങൾ അറ്റാക്ക് ചെയ്തതെന്ന് ചെയ്തതാണ്. അതിൽ അവർ പറയുന്നുണ്ട് ദേ ഗോട്ട് ദ റെഡ് കൗസ് നൗ എന്ന് പറയുന്നുണ്ട്. ദാറ്റ് ബ്ലൂ മൈ മൈൻഡ്. എനിക്കിത് അറിയുന്നുണ്ടായിരുന്നില്ല, ഇതൊക്കെ ഉള്ളതാണ്. ഈവൻ ഹമാസിൻ്റെ സ്പോക്സ് പേഴ്സൺ വന്നിട്ട് വരെ ഈ ചുവന്ന പശുക്കളിനെ കുറിച്ചാണ് പറയുന്നത്. അവരവിടെ സാക്രിഫൈസ് ചെയ്യാൻ പോവുകയാണ്. ദേ ആർ റെഡി ടു മെസ്സേനെ കൊണ്ടുവരാൻ അവർ റെഡിയാണ് എന്നാണ് അവർ പറയുന്നത്. അത് ഹമാസുകാർ വരെ കൺഫേം ചെയ്തിട്ടുണ്ട്. എക്സ്ട്രീം മുസ്ലിം റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാർ വരെ ദേ ബിലീവ് ഇൻ ദിസ് ഷിറ്റ്. ആ കാര്യം കൂടെ ഇവരുടെ എന്തുകൊണ്ടാണ് അറ്റാക്ക് ചെയ്തെന്നുള്ള വീഡിയോയിൽ ഇവർ പറയുന്നുണ്ട്. അത് കേട്ടപ്പോഴാണ് ഇത് എന്തോ ഒരു പരിപാടി ഉണ്ട് എന്ന് എനിക്ക് കൺഫേം ആയത്. ഇത് ഭയങ്കര രസമാണ്. ഇത് ഒരു ആഡം കിങ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഒരു പോഡ്കാസ്റ്റിൽ വന്നിട്ട് പുള്ളി ഇങ്ങനെ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പുള്ളിയുടെ ഒരു വേർഷനാണ് പറയുന്നത്. അതായത് ആ വീഡിയോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അടിച്ചാൽ ആഡം കിങ് റെഡ് ഹെഫർ സ്റ്റോറി എന്നോ അങ്ങനെ എന്തെങ്കിലും അടിച്ചാൽ മതി, കിട്ടും. അതിൽ പറയുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് ഈ റിച്വൽ ചെയ്യുന്നത് ആരാ വെച്ച് കഴിഞ്ഞാൽ മോസസൊക്കെ ചെയ്ത റിച്വലാണല്ലോ. അപ്പോൾ ഭയങ്കര ഒരു സ്പെസിഫിക് ബ്ലഡ് ലൈനിലുള്ളൊരു പ്രീസ്റ്റിനെ മാത്രം ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഈ കണ്ട റബേഴ്സിനൊന്നും ഇത് ചെയ്യാൻ പറ്റില്ല. ആ പ്രീസ്റ്റിനാണെങ്കിൽ ഐസൊലേഷനിലാണ് പുള്ളി ജനിച്ചപ്പോൾ തന്നെ ഈ ഒരു ചടങ്ങ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന ആളാണ്. പുള്ളി 20 കൊല്ലത്തോളം ഒരു വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ പുറത്തേക്ക് പോലും പോവാതെ ഒരു എലിവേറ്റഡ്, അതായത് മണ്ണിൽ കൈ മുട്ടാൻ പറ്റില്ല അല്ലെങ്കിൽ മണ്ണിൽ കാല് കുത്താൻ പറ്റില്ല എന്നുള്ളൊരു സംഭവമുണ്ട്. അപ്പോൾ ഒരു എലിവേറ്റഡ് ഹൗസിൽ 20 കൊല്ലം ആയിട്ട് പുള്ളി മണ്ണൊന്നും തൊടാതെ ഇരിക്കുകയാണ്. അങ്ങനത്തെ ഉള്ളൊരു പ്രീസ്റ്റ്, ഒരു പ്രത്യേക ഒരു ആൾക്കാരാണ് ഇത് ചെയ്യുക, ഈ റിച്വൽ ചെയ്യുക. ആ ആളുടെ ഒരു പേരൊക്കെ എന്തൊക്കെയോ ഇവിടെ പറയുന്നുണ്ട്. അവരാണ് ഈ ജൂലൈ 2025 ചെയ്തെന്നാണ് പറയുന്നത്. 1 ജൂലൈയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഡേറ്റ്. അതായത് ഇതൊരു ടെസ്റ്റ് റണ്ണാണെന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ ഈ ആഡം കിങ് പറയുന്നത് ടെസ്റ്റ് റണ്ണ് ആണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും പറ്റിച്ചതാണ്. ഇത് ആക്ച്വലി ടെസ്റ്റ് റണ്ണൊന്നുമല്ല. അതായത് ഇവർ പറഞ്ഞത് 5 പശുവുണ്ട്, അതിലൊരു പശുവിന് ചെറിയൊരു ടിക്വ, അതങ്ങനെയാണ് ആ പശുവിൻ്റെ പേര്. ഇവർ പേരൊക്കെ ഇട്ടിട്ടുണ്ട് 5 പശുവിന്. ടിക്വ എന്നുള്ള പശുവിന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നമുള്ളതുകൊണ്ടാണ് ഈ ഒരു സാക്രിഫൈസ് ഫേക്കായിട്ട് ഒന്ന് ചെയ്ത് നോക്കിയത് എന്നാണ് എല്ലാവരോടും പറഞ്ഞത്. ഗവൺമെൻറ്റിനോട് വരെ ഈ ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആൾക്കാരും റെഡ് ഹെഫറിൻ്റെ ആൾക്കാരും അങ്ങനെ പറഞ്ഞതെങ്കിലും ആഡം കിങ് പറയുന്ന ആൾ പറയുന്നത് ഇതൊന്നും അല്ല, ഇതൊക്കെ ശരിക്കും ഉള്ളതാണെന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ കയ്യിലൊരു ബാഗ് ഇങ്ങനെ കാണിക്കുന്നത് അതിൻ്റെ ആഷസ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ആഷസ് ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ പ്യുവറാവുന്നോ, ആൾക്കാരൊക്കെ എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ ശരിയാവുന്നോ, അങ്ങനെ എന്തൊക്കെയോ ആണ് സംഭവം പറയുന്നത്. അപ്പോൾ ഇങ്ങനൊരു സംഭവം കൂടെ ഇതിൻ്റെ ബാക്കിലുണ്ട്. ഓക്കെ, ദിസ് ഈസ് ഫക്കിംഗ് ലൈക്ക് ശരിയായ സ്റ്റോറി. അപ്പോൾ ഇനി എന്താണ് പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി മൗണ്ട് ഓഫ് ഒലീവ്സ് പറഞ്ഞില്ലേ, ഇനി അവിടെ കൊണ്ടുപോയിട്ട് ശരിക്കും ഒരു സാക്രിഫൈസ് അങ്ങോട്ട് ചെയ്യും. അത് ചെയ്ത് കഴിഞ്ഞാൽ മെസ്സയ്യ വരും, ലോകത്തിനെ മുഴുവൻ നശിപ്പിക്കും, അലക്സ മോസ്ക് അവിടെ ഇല്ലാതാക്കും. എന്നിട്ട് അതിന് മേലെ ഒരു 3ാമത്തെ ടെമ്പിൾ കെട്ടും എന്നാണ് ഇവർ പറയുന്നത്. ആ ടെമ്പിൾ കെട്ടാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇതിൽ ഇരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഈ വേറൊരു റബ്ബയുണ്ട്, പുള്ളിയുടെ പേര് റബ്ബെ അങ്ങനെ എന്തോ ഒരു സംഭവമാണ്, കൃത്യമായിട്ട് ഓർമ്മയില്ല. പുള്ളി അവിടെ കൊടുക്കുക അതിൻ്റെ സംഭവം. പുള്ളിയും ഇതിൽ വിശ്വസിക്കുന്ന ആളാണ്. ഈ കുറേ പേര് ഓർത്തഡോക്സ് ജ്യൂസാണ് ഇതിൽ മെയിനായിട്ട് വിശ്വസിക്കുന്നത്. ആ പുള്ളിയാണ് ഈ നെതന്യാഹുവിൻ്റെ മെൻറ്റർ. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമൊക്കെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇത് നെതന്യാഹുവിനൊക്കെ അത് അറിയാം, ഇവരൊക്കെ ഇത് അറിഞ്ഞുകൊണ്ടുള്ള പരിപാടിയാണ്. ഇതാണ് ഇവരുടെ മെയിൻ ഉദ്ദേശം. അതിനാണ് ഇപ്പോൾ ഈ
ഹമാസുകാർ ഡിലേ ചെയ്യാനാണ്, ഈ സാക്രിഫൈസ് ഡിലേ ചെയ്യാനാണ് ഈ ഒക്ടോബർ 7 നടത്തിയത് എന്നൊക്കെയാണ് ഈ ചില ആൾക്കാർ പറയുന്നത്. ഇതൊക്കെ ഉള്ളതായിരിക്കും ഇല്ലാത്തതായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ ഇത് കൺഫേംഡ് കോൺസ്പിറസി, പക്ഷെ ഇതെല്ലാം സത്യമാണ്. പശുവിനെ കൊണ്ടും പോയിട്ടുണ്ട്. അങ്ങനെ ഒരു കാറ്റിൽ ഫാർമറുണ്ട്. അവിടുത്തെ ഇസ്രായേലുകാർക്ക് ഇങ്ങനെ ഒരു സൂവിലൊക്കെ പോണ പോലെ അവർ ഈ റെഡ് ഹഫറിനൊക്കെ കാണാനും പോകുന്നുണ്ട്. ജൂലൈ 1-ാം തീയതി ഇങ്ങനെ ഒരു സാക്രിഫൈസ് നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ചാരവും അതിൻ്റെ തീ കത്തുന്ന ഫോട്ടോസ് വരെ ഉണ്ട്. അത് ആരെ നടത്തിയെന്ന് വരെ എല്ലാവർക്കും അറിയാം. ഇതെല്ലാം ശരിക്കും ഉള്ളതാണ്. പക്ഷെ ഇതൊക്കെയാണോ ഇവരുടെ അൾട്ടിമേറ്റ് എയിമെന്നൊന്നും അറിയില്ല. ഒരു വിഭാഗം ആൾക്കാരുടെ എയിം അതാണ്. അപ്പോൾ മെസ്സയ്യ വരുമ്പോൾ കാണാം. നമ്മളൊക്കെ മെസ്സിനെയാണ് മെസ്സയ്യ എന്ന് പറയുന്നത്. ഇവർ ശരിക്കുള്ള മെസ്സയ്യനെ കൊണ്ടുവരാനുള്ള പ്ലാനിലാണ് എന്നാണ് ടീംസുകളൊക്കെ പറയുന്നത്. ഹൂ നോസ്, വിശ്വസിക്കണമെന്നുണ്ട്. പക്ഷേ എങ്ങനെ ഇതൊക്കെ വിശ്വസിക്കുന്നത് അറിയില്ല. പക്ഷെ ഇതൊക്കെ ഉള്ളതാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇത് ഭയങ്കര കോൺട്രഡിക്റ്റിംഗ് ആണ്. കോൺട്രഡിക്റ്റിംഗ് ഫോർ ലൈക്ക്, ഇപ്പോൾ നിങ്ങളിപ്പോൾ ജൂ ഹെയ്റ്ററാണ്, നിങ്ങൾക്ക് മറ്റേ എന്താ പറയുക ആൻറ്റിസെമൈറ്റാണ്, നിങ്ങൾ മറ്റേ റെപ്പിൻ്റെ ആളാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമാണ്. ഇതൊന്നും ഫാക്ട് ചെക്ക് ചെയ്യണ്ടല്ലോ. ആ പശുവിനെ കൊന്നു, ഇനി ഇവന്മാരൊക്കെ ഇതിനെ ആൻറ്റി ക്രൈസ്റ്റിനെ കൊണ്ടുവരാൻ വേണ്ടി നോക്കുകയാണ്, മെസ്സയ്യനെ കൊണ്ടുവരാൻ നോക്കുകയാണ്. എന്നിട്ട് മെസ്സയ്യ വന്നിട്ട് വേണം ഇവർക്ക് പള്ളി കെട്ടാൻ, ടെമ്പിൾ കെട്ടാൻ എന്ന് പറഞ്ഞാൽ മതി. ഫാക്ട് ചെക്കും ചെയ്യേണ്ട, ഒന്നും ചെയ്യേണ്ട. നമ്മൾ ഈ ഫാക്ട് ചെക്കൊക്കെ ചെയ്യുമ്പോഴാണ് കുഴപ്പം. ഇങ്ങനെയൊക്കെ ഉണ്ടോ, അപ്പോൾ ഉണ്ട് നോക്കുമ്പോൾ ഉണ്ട്. പക്ഷെ ഇതുകൊണ്ടാണോ അങ്ങനെ ചെയ്യുന്നത്? ഹൂ നോസ്.